പ്രിയ കൂട്ടുകാരെ, ഞാൻ എഴുതിയ ഒരു കഥ പറയാം, നിങ്ങൾക്കിഷ്ടപ്പെടുമെന്ന വിശ്വാസത്തിൽ. കഥയുടെ പേര് നിഴൽപ്പാടുകൾ. നീണ്ട 20 വർഷങ്ങൾ പിതൃത്വം നിഷേധിക്കപ്പെട്ട ഹതഭാഗ്യൻ്റെ റോൾ ജീവിതത്തിൽ ആടിത്തീർക്കുക അത്ര എളുപ്പമായിരുന്നില്ല. ഓർമ്മ വെച്ച നാൾ മുതൽ വെറും കേട്ടുകേൾവി മാത്രമുള്ള അച്ഛനെന്ന സങ്കല്പം, ഹൃദയത്തിൻ്റെ കോണിലെവിടെയോ ഒരു വിങ്ങൽ. കഷ്ടതയ്ക്ക് നടുവിൽ അമ്മയുടെ ആത്മബലവും ആൺകുട്ടി എന്ന സമൂഹത്തിൻ്റെ പരിഗണനയും എന്നിലൂടെ എൻ്റെ അമ്മയെ ജീവിക്കാൻ പ്രേരിപ്പിച്ചു. അമ്മയുടെ കൈപ്പേറിയ ജീവിതത്തിനിടയിലും അമ്മ പലപ്പോഴും ആത്മകഥം പോലെ പറയുമായിരുന്നു, മോനൊരു പെൺകുട്ടിയായിരുന്നേൽ അമ്മ എപ്പോഴേ ജീവനൊടുക്കിയേനെ. അച്ഛൻ്റെ സമ്പൽ സമൃദ്ധമായ ജീവിതത്തിൽ ബലിയാടാക്കപ്പെട്ട എൻ്റെ ചെറുപ്പം വേദനാജനകമായിരുന്നു. കണ്ണീരോടെ മാത്രം ഓർത്തെടുക്കാവുന്ന എൻ്റെ ബാല്യം, അച്ഛനും അമ്മയും ജീവിച്ചിരിക്കെ അനാഥാലയ 4 ചുവരുകൾക്കുള്ളിൽ തളയ്ക്കപ്പെട്ട ബാല്യം. കളിക്കിടയിൽ താഴെ വീണ് കൈമുറിഞ്ഞു വേദന കൊണ്ട് പുളയുമ്പോഴും സ്നേഹവാത്സല്യങ്ങൾക്ക് പകരം പരിഹസിക്കുന്ന മുഖങ്ങൾ. ഒരിക്കൽ ദാഹം സഹിക്കവയ്യാതെ വാവിട്ട് കരഞ്ഞപ്പോൾ ശല്യമെന്ന് പറഞ്ഞ് ഹോസ്റ്റൽ വാർഡൻ കയ്യിൽ കിട്ടിയ വെളിച്ചെണ്ണ കുപ്പി എൻ്റെ അണ്ണാക്കിലേക്ക് കമിഴ്ത്തി. വഴുവഴുപ്പിനിടയിലും ഞാനത് ആർത്തിയോടെ കുടിച്ചു. ഒച്ച വെച്ചാൽ കൊന്നുകളയുമെന്ന ഭീഷണിക്ക് മുൻപിൽ പേടമാൻ വേട്ടക്കാരൻ്റെ മുൻപിൽ അകപ്പെട്ട മരണഭയവുമായി വിങ്ങിപ്പൊട്ടിയ നാളുകൾ. ഇടവിട്ട മാസങ്ങളിൽ എനിക്കിഷ്ടപ്പെട്ട ഭക്ഷണവുമായി ഓടിക്കിതച്ചെത്തുന്ന അമ്മയുടെ മുഖം. അമ്മ ജോലിക്ക് നിൽക്കുന്ന വീട്ടിലെ കുട്ടികളുടെ പഴയ ഉടുപ്പുകൾ എൻ്റെ നേരെ നീട്ടുമ്പോൾ അമ്മയുടെ കണ്ണുകൾ നിറയുന്നത് എന്നിൽ നിന്നും മറയ്ക്കാൻ പാടുപെടുന്നതിനിടയിലും, മോൻ നന്നായി പഠിച്ച് വലിയ ആളാകുമ്പോൾ മോനെ പുത്തനെടുപ്പ് വാങ്ങാലോ. വേദനയ്ക്കിടയിലും സന്തോഷകരമായ നിമിഷങ്ങൾ നൽകിയ നാളുകൾ. മകന് വേണ്ടി ജീവിതമർപ്പിച്ച പാവം അമ്മ. ദൈവസൃഷ്ടിയിൽ ഭംഗിയേറിയ ആൺവേശിയാക്കപ്പെട്ട വേദനാജനകമായ ചെറുപ്പകാലം. പവിത്രമാക്കപ്പെട്ട ഭാര്യ ഭർത്തൃ ബന്ധത്തിൻ്റെ സുഖാനുഭൂതിയിൽ മതിവരാതെ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് പിറകെ പോകുന്നവർക്ക് വെറുപ്പോടുകൂടി മാത്രം വഴങ്ങിക്കൊടുത്ത നാളുകൾ. അവരിൽ നിന്നും കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് ജീവിതം കരുപിടിപ്പിക്കാനുള്ള നെട്ടോട്ടം. മോഹന വാഗ്ദാനങ്ങൾക്ക് ജീവിതത്തിൽ നിമിഷ നേരത്തെ ആയുസുള്ളൂ എന്ന് മനസ്സിലാക്കി തന്ന നാളുകൾ. മറ്റുള്ളവരുടെ ആട്ടും തുപ്പുമേറ്റു വളർന്ന പിന്നിട്ട കാലങ്ങൾ. അതികഠിനമായ യാത്രക്കൊടുവിൽ ഞാൻ വിജയിച്ചു കയറിയപ്പോഴേക്ക് പ്രതാപവും ചോരത്തിളപ്പും നഷ്ടപ്പെട്ടവനായി തിരികെ എത്തിയ അച്ഛനെ എല്ലാം മറന്ന് 2 കൈയും നീട്ടി സ്വീകരിച്ച, മനസാക്ഷിയെ ബലിയാടാക്കുന്ന പ്രവൃത്തിമണ്ഡലം പണിയാൻ അമ്മയുമായി കൂട്ടുപിടിച്ച് അച്ഛൻ കാട്ടിക്കൂട്ടുന്ന കൊള്ളരുതായ്മകൾ വേദനയോടെ നോക്കി നിൽക്കാനേ എനിക്കായുള്ളൂ. വേലിയിൽ കിടന്ന പാമ്പിനെടുത്ത് തോളത്തിട്ട അവസ്ഥ. ചെയ്തു കൂട്ടിയ പാപത്തിൻ മോചനശ്രമം ശിഷ്ടകാലം കൊണ്ട് നേടിയെടുക്കുന്നതിന് പകരം വിഷമയമായ ജീവിതശൈലി പിന്തുടർന്നാൽ തെരുവോരങ്ങൾ മരണമെന്ന സമസ്യക്ക് പാവിരിച്ചേക്കാം. ഞാൻ കഥ നിർത്തട്ടെ. ഷംസുദ്ദീൻ തോപ്പിൽ.